ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, ഞമ്മക്കും കിട്ടിയിട്ടോ ഒരു ചാക്ക് നിറയെ കുപ്പികൾ കിട്ടി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞമ്മക്ക് കുപ്പി വറുക്കലേനിട്ടോ. ഇന്നലെ നമ്മൾ കുപ്പി വറുക്കാൻ വേണ്ടി പോയി. നമ്മളെ കയ്യിലുള്ള കുപ്പികളൊന്നും ഇല്ലേനി. അപ്പോൾ ഇന്നലെ ഏതായാലും ഞായറാഴ്ചയാണല്ലോ, പണിയും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ലേനി. അപ്പോൾ നമ്മൾ പറഞ്ഞു കുപ്പി വറുക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ റോട്ടുമ്മക്കാട്ട് ഇറങ്ങിട്ടോ. നമ്മൾ ഇതിനൊന്നും ഒരു കുറവ് നോക്കണം എന്തിനാ? ഇതിനൊന്നും ഒരു കുറവിൻ്റെ ആവശ്യമേ അല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തർ വെള്ളം കുടിച്ച് ഒഴിവാക്കിയിടുന്നതാണ്. അത് പോയി നമ്മൾ പെറുക്കി കൊണ്ടുവന്നാ. അപ്പം ഞമ്മക്ക് ഇത്രത്തോളം നിങ്ങൾ കുപ്പി കിട്ടിയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു വെറൈറ്റി ചെടി നടുന്ന രീതിയാട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ 4-5 കുപ്പി ഇങ്ങോട്ട് എടുത്ത് അതിൻ്റെ അടപ്പ് ഇങ്ങോട്ട് ഊരിട്ടോ. മുടിൻ്റെ അടപ്പ് ഇങ്ങോട്ട് ഊരി ഇതുപോലെ ഇങ്ങോട്ട് നല്ലോണം ചതക്കി ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. കുപ്പി കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ഇതിൻ്റെ പിറക് വശത്തിലും ചെറിയൊരു ഇങ്ങനെ ഒരു ഓട്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഒന്ന് പോകണമല്ലോ, അല്ലെങ്കിൽ വെള്ളം അവിടെ കെട്ടി നിൽക്കുമല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത. അപ്പോൾ എങ്ങനെ ഉണ്ട് ഇങ്ങോട്ടില്ലേ? അതുപോലെ നമ്മളൊരു 4-5 കുപ്പി അതുപോലത്തെ രീതിയിൽ ഇങ്ങോട്ട് ആക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. എന്നാലാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക. നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് പറയണം കേട്ടോ. നമ്മൾ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലേന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. എന്താ അപ്പം ഞാൻ നമ്മളെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ കുപ്പികൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ ചെറിയ ഓരോ സംഗതി നിങ്ങൾ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വീഡിയോസ് ആണെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതുപോലെ ഒരു ഉപകാരപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതെന്താ, പെണ്ണുങ്ങളൊക്കെ പറഞ്ഞാൽ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാൽ വെറുതെ എങ്ങനെ ഇരിക്കും. ആ സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ചെയ്താറുണ്ടല്ലോ, ഒരു ഉപകാരമാണ്. നമുക്ക് ഒരു ടെൻഷനും കാര്യം വേണ്ട. ഇങ്ങനത്തെ ഓരോ പണികൾ ഇങ്ങനെ ചെയ്യട്ടോ. എന്താ, ഞാൻ കുപ്പികൾ ഒരു 4 കുപ്പി കേട്ടോ അപ്പം ഞാനിങ്ങനെ ആക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മളിങ്ങനെ മണ്ണിതാ ഇതുപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചെടി നടണതിന് നമുക്ക് വളവും കാര്യങ്ങളൊന്നും വേണ്ട. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഏത് മണ്ണിലേക്കും അടിട്ട് വെച്ചാൽ എന്താണല്ലോ വേഗം പിടിക്കുന്ന ഒരു ചെടി കേട്ടോ ഞാൻ നടുന്നത്. ഇതിലേക്ക് ഞാൻ നടുന്ന ചെടി എന്ന് പറഞ്ഞത് നമ്മൾ ആ ചെടീൻ്റെ പേരെന്താന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊരു തൂക്കിയിടുന്ന ഒരു ചെടി കേട്ടോ. അതിങ്ങോട്ട് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് കേട്ടോ. ഇതുപോലെ ഞാൻ മണ്ണിങ്ങനെ നിറച്ച് വെച്ചിട്ടോ. അപ്പം നമ്മളെ കയ്യിൽ കുറച്ച് ചെടി ഉണ്ടായിനി. അത് നമ്മളിങ്ങനെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങി പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇന്നിപ്പോൾ ടെറസിൻ്റെ അവിടെ ഉക്കിനുമ്മരണി കൊളുത്തി വെച്ചിനി. അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഒഴിവാക്കിയതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയിൽ നമുക്ക് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിനധികം വെയിൽ കൊള്ളാൻ പറ്റില്ല, തണലാണ് വേണ്ടത്. തണലുണ്ടെങ്കിലാണ് ആ ചെടി ഉഷാറായിട്ട് വരിക. അപ്പോൾ അന്നേരം വിചാരിച്ച് ഈ കുപ്പികളിൽ ഇങ്ങോട്ട് നട്ട് പിടിപ്പിച്ച് നമുക്ക് വേറെ സെറ്റാക്കി വെച്ചാൽ ഒരു ഉഷാറായാലും ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ തന്നെ ചെടികൾ ഇങ്ങോട്ട് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. ഈ ചെടി കേട്ടോ ഞാൻ നടുന്നത്. ഇത് വേഗം പെട്ടെന്ന് തന്നെ വേഗം ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഈ ചെടി ഇങ്ങോട്ട് പിടിക്കും. അവിടെ ഇത് കുറച്ചൊന്നും ഇങ്ങോട്ട് കരിഞ്ഞ് പോയിട്ടോ. അപ്പം ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇതിന്മേൽ നമ്മൾ ഇനി കുറേശ്ശെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് ആ കുപ്പിയിലേക്ക് നടാം. അപ്പോൾ ഈ ചെടി ഒന്ന് ഉഷാറാക്കി എടുക്കും വേണം. ഇതിനൊക്കെ ഒക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി ഒന്ന് തണലത്ത് വെച്ചിട്ട് വേണം നല്ലോണം ഒന്ന് ഇത് പൊട്ടി മുളച്ച് ഇങ്ങോട്ട് ഉഷാറായി വരാൻ കേട്ടോ. അപ്പം ഞാൻ അതും കുറച്ചിങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് നമ്മളെ കുപ്പിയിലേക്ക് ഇങ്ങനെ നടാമെന്ന് വിചാരിച്ച്. എന്താട്ടോ ഞാൻ ഇങ്ങനെ കുപ്പി ഒരു 4 കുപ്പിയാണ് ഞാൻ റെഡിയാക്കി വെച്ചത്. അതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് നട്ടതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ ഈ ചെടി ഇനി നമുക്ക് ഇത് എങ്ങനെ വെച്ചാലും വേഗമായിട്ട് പിടിക്കിട്ടോ. ഈ ചെടി ഒരു പ്രത്യേകതയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമുക്കിത് കുപ്പിയിൽ ഇങ്ങനെ നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ട് എന്നറിയാം. നമ്മളിതുവരെ കുപ്പിയിൽ നട്ടില്ല. കുപ്പി നട്ടാത്തത് കൊണ്ട് നമുക്കിതൊന്നും ഇങ്ങനെ കുപ്പി വെച്ച് നടാലോ എന്ന് വിചാരിച്ച്. അപ്പം നമ്മളെ കയ്യിൽ ബാക്കിയുള്ള കുപ്പിയിൽ ഫുള്ളും നമുക്ക് മറ്റേത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ആക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു 4 ഞാൻ നട്ടത്. അപ്പം നമുക്ക് ബാക്കിയുള്ളതും സാവധാനം ഇങ്ങനെ ഒക്കെ നട്ടിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്മേൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് കോർക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡിലായിട്ടാണ് ഞാനിങ്ങനെ കുപ്പി കട്ട് ചെയ്തത്. അപ്പോൾ ആ 2 സൈഡിൻ്റെ ആ നടുവിലൂടെ നമുക്ക് ഇങ്ങോട്ട് കയറ് കോർത്തിട്ട് നമുക്കൊരു ഇങ്ങനെ തൂക്കിയിട്ട് വെക്കാം. എവിടെയാണോ നമുക്ക് സെറ്റാക്കുന്നത് ആ സെറ്റുള്ള സ്ഥലത്ത് നമുക്ക് തൂക്കിയിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇതാ ഞാനിനി അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ചെടി വെച്ചല്ലോ അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഇങ്ങനെ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇത് പെട്ടെന്ന് പിടിക്കും. ഇത് ഒരൊറ്റ ആഴ്ച മതി കേട്ടോ. ഒരു 7 ദിവസം 5, 6, 7 ദിവസം കൊണ്ട് തന്നെ മുളച്ച് ഇങ്ങോട്ട് ഉഷാറായി ഇങ്ങോട്ട് വരും കേട്ടോ. അധികം ഒരു പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി എല്ലാവരും. എന്താ ഞാൻ ഇതുപോലെ ഒക്കെ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി. ഇനി ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന്, എന്നാലല്ലേ ഒരു ഉഷാറുണ്ടാവുക. അതെ, ഇനി നമുക്ക് ആ തുടച്ച സ്ഥലത്താണ് കയറിങ്ങനെ കെട്ടേണ്ടത്. അതിന് കയറ് കെട്ടണതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ 4 കയറ് ഞാൻ എടുത്ത് വെച്ച്, 4 ബോട്ടിലാണല്ലോ ഇപ്പം നിറച്ചത്. അപ്പോൾ 4 കയറ് ഇങ്ങോട്ട് എടുത്ത് വെച്ച് ഇതുപോലെ ഇങ്ങോട്ട് മുറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുറിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ബോട്ടിൽ ഇങ്ങോട്ട് പൊട്ടിപ്പോകും കേട്ടോ. ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ കെട്ടുക. ചെറുത രീതിയിൽ ഒന്നായിട്ട് കെട്ടി വെച്ചാൽ മതി. അത് മുറുക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ലൂസായി ഇങ്ങനെ കളിക്കാതെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണ് അത് തൂക്കിയിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുപോയി അങ്ങോട്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിനായിട്ട് നല്ലൊരു സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു വടിയൊക്കെ വെച്ച് ഇങ്ങനെ ടൈമിലേക്ക് ഒരു തണലുള്ള സ്ഥലത്തേക്ക് വെച്ച് റെഡി ആക്കാമെന്നാണ് എൻ്റെ പ്ലാന്. ഇപ്പോൾ അതൊന്ന് ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചാൽ കണ്ടോ എങ്ങനെയുണ്ട്. എല്ലാവരും ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. ഇതുപോലെ അങ്ങോട്ട് നട്ട് പിടിപ്പിക്കുക. ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ ഒരു മരത്തുമ്മരെ ഒരു സ്റ്റാൻഡ് അതിന്മേൽ ഒന്ന് കെട്ടി വെച്ച് നോക്കിയത് കേട്ടോ. അതിമ വെച്ചാൽ ഭംഗിയുണ്ടോ ഇല്ലേന്ന്. അപ്പം എനിക്ക് അയിമ വെച്ചപ്പം തോന്നി ഒരു ഭംഗിയില്ല, വേറെ സ്ഥലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ഇതിന് വേറെ സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് അവിടേക്ക് വെക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാ കുപ്പിയിലും ഇതുപോലെ അങ്ങോട്ട് നട്ടു വെക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.